നമസ്കാരം. പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അവരെ നോക്ക്, ഒരാൾക്കും ഒരു സഹായവും ചെയ്യില്ല. എല്ലാം അവരുടെ അടുത്തെത്തിക്കാൻ മാത്രം നോക്കുന്നു. എന്തൊരു സ്വാർത്ഥതയാണ്! ഇത്രയധികം സമ്പാദിച്ചിട്ടും ഒരു സംഭാവന പോലും നാടിനോ നാട്ടുകാർക്കോ വേണ്ടി ചെയ്യില്ല. എന്നിട്ടും ദൈവം അവർക്ക് വാരി കോരി കൊടുക്കുന്നു. അവരെ നന്നാക്കുന്നു. ദൈവത്തിന് പോലും പണമുള്ളവരെ വേണ്ടു. ഇങ്ങനെ ഒരിക്കലെങ്കിലും മറ്റൊരാളെ നോക്കി നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? സത്യം, ഞാൻ പോലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ 3 രീതിയിലാണ് ആൾക്കാർ തരംതിരിക്കുന്നത്. ആ തരംതിരിവ് നടത്തുന്നത് തന്നെ മനുഷ്യരാണ്. അതിൽ ഒന്നാമത്തെ വിഭാഗമാണ് സാമ്പത്തികമായി ഏറ്റവും അധികം പിന്നോക്കം നിൽക്കുന്നവർ. അവരെക്കുറിച്ച് ആൾക്കാർ പറയുന്നതോ, അവരെ കൊണ്ടൊന്നും പറ്റില്ല, അവർക്കൊന്നുമില്ല, അവരുടെ അവസ്ഥ കണ്ടില്ലേ, പാവം തോന്നും. സത്യത്തിൽ ഈ ഒരു വിഭാഗം സേഫാണ്, അവർക്കുള്ളത് കൊണ്ടങ്ങ് ജീവിക്കാം. എന്നാൽ രണ്ടാമത്തെ വിഭാഗം സാമ്പത്തികമായി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതിനർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഒരു വിഭാഗമാണ് ശരിക്കും ആർഭാടവും ധൂർത്തും നടത്തുന്നത്. ആരുടെ മുന്നിലും ഇല്ലായ്മ പറയില്ല. കടം വാങ്ങിയിട്ടാണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കും. അവിടെ സംഭവിക്കുന്ന വേറൊരു പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഈ ഒരു വിഭാഗത്തെ എളുപ്പത്തിൽ ആർക്കും പാട്ടിലാക്കാൻ കഴിയും. ക്ഷമിക്കണേ, മിഡിൽ ക്ലാസ്സിൽ ഫാമിലി ജീവിക്കുന്ന എല്ലാവരും ഇങ്ങനെയാണ് എന്നല്ല, ചുരുക്കം ചിലർ മാത്രമാണ്. ഇവർ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ അവരുടെ ഫാമിലിയിലെ ഒരു കയ്യിൽ നിന്നും മാത്രമായിരിക്കും വരുമാനം. എന്നാൽ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ വരുമാനം നോക്കാതെ ചിലവഴിക്കും. ചിലപ്പോൾ കടം പോലും വാങ്ങും. പിന്നീട് പണിയെടുത്ത് വീട്ടാമെന്ന് കരുതും. കുടുംബത്തിൻ്റെ സന്തോഷമല്ലേ വലുത്? ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ, അത് ആഘോഷിച്ച് തന്നെ തീർക്കണം. ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എന്നിങ്ങനെ പോകുന്ന പല ചിന്തകളായിരിക്കും. എല്ലാം കഴിഞ്ഞ് പെട്ടുപോയി എന്ന് തോന്നുമ്പോൾ നീട്ടിയൊരു വിളി, എൻ്റെ ദൈവമേ എന്ന്. എന്നെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? ഞാനൊന്നും കെട്ടിപ്പൂട്ടി വച്ചിട്ടില്ലല്ലോ. എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുന്നില്ലേ? ദാനമായിട്ടും സംഭാവനയായിട്ടും എല്ലാം. എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ ഇതെല്ലാം. എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കരകയറ്റണേ. ഒരത്ഭുതം എൻ്റെ ജീവിതത്തിൽ കാണിക്കണേ. സത്യമല്ലേ? ഈ ഒരു രീതിയിൽ പ്രാർത്ഥിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവത്തില്ല. ഇങ്ങനെ ജീവിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ദൈവത്തിനറിയാം എറിയാൻ അറിയുന്നവർക്കേ വടി കൊടുക്കാവൂ എന്ന്. ഇനിയാണ് മൂന്നാമത്തെ വിഭാഗം. ഈ ഒരു വിഭാഗത്തിൽ പെടുന്നവരുടെ പ്രത്യേകത എന്തെന്നറിയാമോ? അവർക്ക് എല്ലാം ഉണ്ട്. ഈ മിഡിൽ ക്ലാസ് ഫാമിലിനേക്കാൾ അപ്പുറം ആർഭാടം കാണിക്കാനും അവർക്കറിയാം, പക്ഷെ ചെയ്യില്ല. അവരുടെ ജീവിതത്തിലെ അത്രയും പ്രധാനപ്പെട്ടതാണെങ്കിൽ മാത്രമേ അവർ ആർഭാടം കാണിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ളവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു സഹായം അല്ലെങ്കിൽ സംഭാവന ചോദിച്ചിട്ട് ചെല്ലുന്നവർ പോലും തികച്ചും ഒഫീഷ്യലായിട്ടാണ് പോകുന്നത്. അവർ അങ്ങനെയൊന്നും ആർക്കും വേണ്ടി ഒന്നും ചെയ്യില്ല. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലേ അതിൽ വീഴുന്നവരല്ല അവർ എന്ന് ഈ പോകുന്നവർക്കും അറിയാം. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇല്ലായ്മയുടെ നടുവിൽ നിൽക്കുന്നവർ കുറ്റം പറയുന്നത്. നമ്മൾ കുറ്റം പറയുന്ന അവരുടെ രീതികൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന്. അവർ എന്ത് ചെയ്യുമ്പോഴും 2 വട്ടം ഒന്ന് ആലോചിക്കും. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇല്ലായ്മ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ കുറ്റം പറയുന്നത്. നമ്മൾ കുറ്റം പറയുമ്പോൾ അവരുടെ ജീവിത രീതികളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമ്മൾ ജീവിക്കേണ്ടത് സത്യത്തിൽ അങ്ങനെയാണ്. അവർ എന്ത് ചെയ്യുമ്പോഴും 2 വട്ടം ഒന്ന് ആലോചിക്കും. അവർ എല്ലാം വാങ്ങുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പോകേണ്ടിടത്തൊക്കെ പോകുന്നുണ്ട്. അവർ ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്, അത് ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല എന്നൊരു ഉത്തമ ബോധം അവർക്കുണ്ട്. ഇനി ഇങ്ങനെയുള്ളവരെ നോക്കി അസൂയപ്പെട്ടിട്ട് ദൈവത്തെ പഴി പറയുന്നവരൊന്നും മനസ്സിലാക്കുക, പാത്രം അറിഞ്ഞു മാത്രം വിളമ്പുക എന്ന് കേട്ടിട്ടില്ലേ? വരും വരായികൾ നോക്കാതെ ജീവിച്ചാൽ പെട്ടുപോകും. ആ സമയത്ത് നമ്മൾ സഹായിച്ചവർ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ അതോടെ മാനസികവും സാമ്പത്തികവുമായി തകരും. പിന്നെ ശരീരവും അങ്ങ് പണിമുടക്കും. പിന്നീട് ഒരിക്കലും തിരിച്ചു കയറാൻ കഴിഞ്ഞെന്ന് വരില്ല. പിന്നെ അത്ഭുതം തന്നെ സംഭവിക്കണം. ചിലപ്പോൾ അഹങ്കാരം കാണിക്കാതെ നന്മയ്ക്ക് വേണ്ടി മാത്രം നിലകൊണ്ടിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഗതി വന്നിട്ടുള്ളതെങ്കിൽ അത്ഭുതം സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. അതുകൊണ്ടാണ് ഉള്ളവന് വീണ്ടും വീണ്ടും സമ്പത്ത് കുമിഞ്ഞു കൂടുന്നത്. നാളെ എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാം സ്വന്തമാക്കാൻ നിങ്ങൾക്കും പറ്റും. തീർച്ചയാണ്.